Hello guys, I am Achus. Welcome back to our channel. എന്നിട്ടപ്പം ഗൈസ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ സ്ഫടികം കൊണ്ടൊരു നമ്മൾ നേരെ നമ്മുടെ താമരശ്ശേരി ചുരം കയറിയായിരുന്നു. നേരപ്പം ഇത് എത്രാമത്തെ ഇത് പാർട്ട് 4 ആണ് ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, നിങ്ങൾ താഴെ നോക്കിയാൽ മതി. എന്നിട്ടപ്പം നമുക്കിന്ന് നേരെ ഒരു ക്യാരി മോഡ് എടുക്കാം. നമുക്ക് നേരെ ഒരു ലോങ് പോയേക്കാം. 2 ലക്ഷം രൂപയുടെ അടുത്ത് കിട്ടും. ഏണിങ് ഇതാണ് കേട്ടോ, ഏണിങ് പ്രോഫിറ്റാണ്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നേരെ നമ്മുടെ ഇന്ന് എടുത്തേക്കുന്ന സ്വന്തം നമ്മുടെ ഹണി ബീസിൻ്റെ ഗജവേരിയാണ്. നമുക്കിന്ന് തകർത്ത് പൊളിക്കണം. അതിന് മുമ്പ് നമുക്ക് വരാൻ കൂട്ടി നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോയി വണ്ടിയുടെ ഹാർഡ് റേറ്റൊക്കെ ഫുള്ളാക്കി നമുക്ക് കുളിപ്പിച്ച് കൂട്ടപ്പനാക്കണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വേണ്ട വയസ്സ് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആൾക്കാരെല്ലാം ഇവിടെ നോക്കി നിൽക്കുകയാണ്. നമുക്ക് നേരെ കുഴപ്പമില്ല, റെക്കോർഡിംഗ് ആണ്. നമുക്ക് നേരെ ഇതിനെ പിടിച്ച് വണ്ടിയിലോട്ട് ഇരുത്തേക്കാം. നമുക്ക് നേരെ പോവാം. വണ്ടിയെ കയറുക. ഇതാണ് വയസ്സ്. ഇഞ്ചി സൗണ്ട് കേൾക്കണം. ഇഞ്ചി സൗണ്ട് അകത്തിരുന്നാലും കേൾക്കാം, അല്ല പുറത്തിരുന്ന് കേട്ടോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. കേട്ടോ, സ്റ്റാർട്ടിങ് ഇച്ചിരി നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കണ്ടേ ഗായ്സ്. ലൈറ്റ് ഇതൊക്കെയാണ്. രാത്രി ഇടുന്നതാണ് നല്ലത്. പിന്നെ വൈപ്പർ ഇടുമ്പോൾ ഇൻഡിക്കേറ്റർ, പിന്നെ വൈപ്പർ ഇടുമ്പോൾ ഉള്ള ലേസർ ലൈറ്റ് ഉണ്ട്. ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. ലേസർ ഇട്ട് പൊളിയും. ഡോറ് തുടങ്ങാം. മറ്റേ വണ്ടിയുടെ ആണെങ്കിൽ അവിടെ വെൽക്കം എന്നൊക്കെ എഴുതി കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് ഇത് പൊക്കി വെക്കാം. വിൻഡോ ഉണ്ട്. വിൻഡോ അടയ്ക്കാൻ പറ്റും. നമ്മുടെ മറ്റേ വണ്ടി പോലെ തന്നെ. രണ്ടാമത്തെ നിൽക്കുന്നായിരുന്നു നെയിം ബോർഡൊന്നും കാണില്ലേ. രണ്ടാമത്തേക്ക് എന്തായിരുന്നു സംഭവിക്കുന്നത്? രണ്ടാമത്തെ എനിക്ക് എന്നായിരുന്നു മനസ്സിലാൻ മറന്നു. ഇത് ഒരു സാധനം ഇത്. പിന്നെ മൂന്നാമത്തെ നോക്കിയാൽ മെയിൻ ബോർഡിലേക്ക് നമുക്ക് എന്തായാലും ചക്കനെ കളത്ത് എടുത്തിട്ട് നമുക്ക് നേരെ വിട്ടടിക്കാം. എന്തായാലും ഇതെല്ലാം അടച്ചിട്ടേക്കാം. നമുക്കേ ഇത് കണ്ട് നേരെ വർക്ക്ഷോപ്പിലും കൂടെ ഒന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട്. 94 ഉള്ളൂ. 94 ഉണ്ട്. എന്നാലും നമുക്ക് വണ്ടിയുടെ ഒരു ക്യാരക്ടർ കാണിച്ച് നമുക്ക് പോകാം. ആൾക്കാരെല്ലാവരും കയറുന്നുണ്ട്. നമ്മുടെ ഗജവേരി അത് കണ്ടോ, ഇഷ്ടംകൂടി മാല ഉണ്ടോ. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ എൻ്റെ പേരെന്നാണ് ഞാൻ മറന്നു, ആ സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ബാക്കിൽ നമ്മുടെ ഗജവീര ഇവിടെ പ്രകാശിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലൈലാൻഡ് ചേട്ടൻ്റെ വണ്ടിയാണ്. എല്ലാം പറയ്ക്കും കാണില്ല. ലൈലാൻഡായതുകൊണ്ട് ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. സെറ്റ് വണ്ടിയല്ലേ. നമ്മൾ കഴിഞ്ഞാണ് സ്പടിയാണ്. ഈ തവണ ഹണി ബീസ് ആയിരിക്കും. ഇനി അടുത്ത തവണ കൊമ്പനെ കൊണ്ടുവരും. ഇത്തവണ കൊമ്പൻ്റെ ഏത് കൊണ്ടുവന്നാലും നിങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾ കമൻ്റ് ഒന്ന് അതിൽ ഞാൻ പാർട്ട് 2 കിട്ടുന്നതിന് പാർട്ട് 2 ഇച്ചിരി ലോങ് ആയതുകൊണ്ട് ഗൈസ് ഭയങ്കര പാടാണ്. നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് വണ്ടികൾ മാറാനുള്ള ബോർഡുണ്ട്. നമുക്ക് വണ്ടി പാഴൊക്കെ ഇങ്ങോട്ട് ആറാം. ഇവിടെ ലൈറ്റൊന്നും വേണ്ട, വെറുതെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഗൈസ് മീറ്റർ അടിച്ചു പോയതാണ് ഗൈസ്. ഇതൊക്കെ സൈലൻ്റ് വണ്ടികളാണ്. ഓൺ മൈൻഡ്. ഇങ്ങനെ മാപ്പണോ നോക്കണോ, മാപ്പണ വസ്തു നോക്കടാ. മാപ്പി നമുക്ക് പെട്രോൾ അടിക്കണം. അതൊന്നും ഒരു കുഴപ്പമില്ല. തീരുമ്പോൾ സാവധാനമായിട്ട് അടിച്ചാൽ നേരെ പോകാം. മാല കണ്ട നല്ല സെറ്റായിട്ട് ഇടുന്നുണ്ടല്ലേ. നമുക്ക് ഗ്ലാസ്സൊക്കെ തുറന്ന് കൊടുത്താൽ ചേട്ടന്മാരും ചേച്ചി റിബൺ ഇടണോ. റിബൺ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. നെയിം ബോർഡിലായിട്ടൊന്നും വേണ്ട.
രാത്രിയിലിരുന്ന ലേസർ ലൈറ്റ് വണ്ടിക്കൊരു വലിവ്. ആ ഉണ്ട്. ഞാൻ അടുത്ത് വണ്ടിക്ക് തന്നെ ഒരു വലിവ് പറയുന്നു. ഡോറൊക്കെ തോന്നുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട്. തേരാ ജീവൻ ഏതോ കാലക്കില്ലാതെ എല്ലോല. ഞാൻ നമ്മുടെ അണ്ണച്ചിയുടെ അടുത്ത് ഇട്ടിട്ട് ഇപ്പം വരികയില്ല. നമ്മൾ 90ൻ്റെ താഴെയാക്കിയാലേ ഓടുള്ളൂ. നമ്മൾ വീഡിയോ കണ്ടിട്ടാണ് ഗൈസ്. ആവട്ടെ, ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലാട്ടാ. ഓക്കെ, ഒറ്റയിടി ആരടി 1 2 3 സ്റ്റാർട്ട്. എന്നാ കണ്ട, നമ്മൾ പറഞ്ഞില്ലേ കണ്ട, അവിടെ ഇപ്പം വന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി കേടത്തോണ്ട് അങ്ങോട്ട് പോകാം. സ്റ്റോപ്പ്. നമുക്ക് ഫ്രീ കൊടുക്കാം, വെറുതെ പൈസ അടക്കേണ്ട കാര്യമില്ല. 1000 രൂപ ഫ്രീ കൊടുക്കാം. നമ്മളോട് കളിക്കാം. നമ്മുടെ ജുപ്പി എന്ന് പറഞ്ഞ ലൂഡോ ഗെയിംസ് നിങ്ങളെല്ലാവരും കളിക്കാൻ മാക്സിമം നോക്കുക. എന്തായാലും നല്ല സേഫും നല്ല സെക്യൂറുമായിട്ടുള്ള കണ്ടോ, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഗെയിമായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക, കമൻ്റ് അടിക്കുക. നമുക്ക് പൈസയും ഉണ്ടാക്കാം, പൈസ പോവുകയും ചെയ്യാം. അങ്ങനെ പോയല്ലേ വളരെ നിങ്ങൾ എന്തായാലും കളിക്കാൻ നോക്കുക. നമ്മുടെ തല പ്രയോഗിക്കാനുള്ള ഒരു ടൈമാണ്. 10 മില്യൺ അടുത്ത് ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 4.0 റേറ്റിംഗ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വണ്ടി ഇവിടെ എട്ടാപ്പക്കുന്നുണ്ട്. ടൈം എടുക്കുമല്ലോ. നെറ്റിപ്പട്ടാ വേണ്ട കേട്ടോ, ഞാനിപ്പോഴാണ് കാണുന്നത്. ഇത് 2-3 ആഴ്ചയായി ഇത് ഇട്ടിട്ട്, നമ്മുടെ മോഡ് കയറ്റി ഇട്ടിട്ട്. എന്തായാലും മറ്റേ ആ പാട്ടവണ്ടിയും കൊണ്ട് ഇനി നടക്കുന്നുണ്ട്. ആ പാട്ടവണ്ടീനേക്കാളും സ്പീഡുണ്ട് ഈ വണ്ടിക്ക്. അതിന് 195 രൂപ, 200ൻ്റെ അടുത്ത് കിട്ടും. ഇപ്പോൾ കൈ 7-8-9. ഓക്കെ, നമുക്ക് നേരെ വിട്ടടിക്കാം. കേട്ടോ, 100 വയസ്സായെന്ന് പോയിട്ടില്ല. പക്ഷേ സമയമാണ് പോകും. നിങ്ങൾക്ക് സമയം പോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഞാനൊരു മണ്ടത്തരം കാണിച്ചായിരുന്നു. എന്നാ ഞാൻ പറയടാ, ബൈക്കിൽ പോട്ടെ തട്ടിയേ എനിക്ക് തോന്നി. ഓക്കെ, പോകുമ്പം ഫസ്റ്റ് സെക്കൻഡ് ഐശ്വര്യമായിട്ട് ഇറങ്ങിക്കോളൂ. 100 റേറ്റ് കണ്ടില്ലെങ്കിൽ നമ്മുടെ സ്റ്റങ്ങിനൊക്കെ വല്ലാത്ത പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു പാട്ട വണ്ടി ഒന്നിരിക്കും. നമ്മുടെ പൂക്കേടല്ലേ അത് വരുന്നുണ്ടോ? ഒന്നും കാണത്തില്ല. നമുക്ക് എന്തായാലും നേരെ പോകാം. നമ്മൾ ഈ റൂട്ടൊക്കെ വന്നതാണ്. നമ്മൾ മലാങ്ക് ചേർത്താണ് പോകുന്നത്. മലാങ്കയിൽ നിന്ന് നമ്മൾ നേരെ പാളു എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. പാളു എന്നാണ് എനിക്കറിയില്ല. ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മളിപ്പം മലാങ്കിലല്ലേ നിൽക്കുന്നത്. നമ്മളിപ്പം മലാങ്കിലാണ് നിൽക്കുന്നത്. ഈ ഇത് സെറ്റ് വഴിയാണ് കാണിച്ചു തരാം. ഇങ്ങോട്ട് നമുക്ക് ടൂർ മോഡ് വരാൻ പറ്റും ഗൈസ്. പിന്നെ വലിയ ദൂരമില്ലാത്തതുകൊണ്ട് വലിയ പൈസയൊന്നും കിട്ടിയെന്ന് ഉണ്ടോ? ഇത്ര ഉള്ളൂ. എന്തോ നമ്മൾ എന്താ അറിയില്ല.
ഇവിടെ എത്രാമത്തെ തവണ വരുന്നതെന്നറിയോ? എൻ്റെ തമാശ ഒരു കൂട്ടം മഴ തൂളുന്നുണ്ടോ എന്ന് വിഷയം. ഓ, വണ്ടിക്ക് വളകളൊക്കെ സെറ്റ് കേട്ടോ. നമുക്ക് ലേസറൊക്കെ രാത്രി ഇടാം. ഡിമ്മിട്ടേക്കാം, നല്ല ബ്രൈറ്റ് ഇട്ടേക്കാം. നോക്കട്ടോ, നമ്മളിൽ ഏതെങ്കിലും ഒരുത്തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടാലേ അവനൊക്കെ കൊണ്ട് ഇങ്ങോട്ട് തന്നെ ഉണ്ടാകും. ഓക്കെ, ഭയങ്കര മഴയാണ്. നമുക്ക് ഉറപ്പിക്കാം, നമ്മളിനി ഈ വീഡിയോയുടെ ബോട്ടം ഇട്ടിട്ട് ഇടുന്നു. മറ്റേ നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്യായിരുന്നു. നമ്മുടെ ചുരം ഇടയ്ക്ക് വെച്ച് വേറെ മണ്ടത്തരമൊക്കെ പറ്റി, അത് ഞങ്ങൾ ആരെയൊക്കെണ്ടെന്നേ. ആ വീഡിയോ ഞാനിപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. അത് നിങ്ങൾക്കറിയാമോ, ക്ലാസ് ഉണ്ടല്ലോ ബാക്കിയുള്ള ദിവസം. എന്തായാലും അവധി കിട്ടിയാൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും വെള്ളിയാഴ്ച ദിവസം വൈകിട്ടാണ് ഇടുന്നത്. എന്തായാലും വീഡിയോ എടുക്കുന്ന, പക്ഷേ എടുത്ത് ഇടണമെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച പിടിക്കും. ഇന്ന് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ഇത്ര നാൾ കൂടിയിട്ട് 58 കൺവേർട്ടിങ് ആയതേ ഉള്ളൂ. കാരണം അതിന് ഭയങ്കര ലെങ്ത്താണ്. 60 മിനിറ്റ് 40 കാണാം കേട്ടോ. അപ്പം മച്ചന്മാരെ നമ്മളിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂടുതലും വളഞ്ഞുള്ള റൂട്ടിലായിരിക്കും പോകുന്നത്. എന്നിട്ട് മഴ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ നൈറ്റ് ഡ്രൈവിൽ മഴ പെയ്ത് പോകുന്നത് നല്ല രസവും ഓടിക്കാൻ. ഇനി നമ്മൾ വളവും തിരിവുള്ള റൂട്ടിൽ പോകുമ്പോൾ പല അപരിചിതമായ ശബ്ദങ്ങളൊക്കെ കേൾക്കും. നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇതൊക്കെ എത്ര തവണ വരുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. അതായത് ഈ റൂട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ റൂട്ട് ഞാൻ വന്നിട്ടില്ലെന്ന്. ശരിയാ, ഞാൻ ഈ റൂട്ടിൽ വന്നിട്ടില്ല. ഇതേ റൂട്ട് ഇപ്പം പോയാൽ ഇതേ റൂട്ടാണ്. ഇതേ റൂട്ടാണ്. മറ്റേ വണ്ടിയാണ് എനിക്ക് സ്പടികമായി ഇച്ചിരി കൂടെ ഉണ്ട്. ഈ റൂട്ട് വന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയതാണ്. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ലാഭിച്ചില്ല. എനിക്ക് ആ വണ്ടി പോകുമ്പോൾ വെള്ളത്തിൽ ചവിട്ടുന്നുണ്ട്. പൊടിയൊക്കെ പോയി. അയ്യോ, അല്ല എനിക്ക് നോക്കിയില്ല കേട്ടോ. ഉമ്മാരുടെ ഏറ്റവും വലിയ കുഴപ്പം ഈ വള്ളക്കും വെള്ളമൊക്കെ. എല്ലാവരും പറയും വളവിൽ വെച്ച് ഉമ്മാരി തന്നെ കിടന്ന് കാണിക്കുന്നു.
അതൊക്കെ എത്ര ഞാൻ ആ മറ്റേ റിപ്പയറിംഗ് ഷോപ്പില്ലേ അത് ശരിക്കും ഞാൻ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോക്കകത്ത് കണ്ടതാണ്. ഒരു യൂട്യൂബർ ഇട്ടകത്ത് ഞാൻ കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു നടക്കും, പക്ഷെ നടന്നു. നമ്മൾ ഏതോ ഒരു വില്ലേജ് വിട്ടിട്ട് ഏതാണ് സ്ഥലം എങ്ങോട്ടാ പോകണ്ട? ബുഗാട്ടി വന്യുവാ അയ്യോ മാറ്റ പോയല്ലേ. അപ്പോൾ നമ്മുടെ വ്യൂസൊക്കെ കുറവാണ്. നിങ്ങൾ 2 ലൈക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് 500 ലൈക്ക് ആയി. എന്നിട്ട് കേട്ടോ 500K ആ വ്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഏതോ ഒരു പാട ഫൈവ് കേട്ടിട്ടുണ്ട്. സെറ്റ് ചെയ്താലോ അല്ലേ? എന്ത് രസമാണ് ഇതന്നെ പോയേക്കുന്നത്. റോഡൊക്കെ പോയേക്കുന്നത്. ഓടാ തൊത്തോളായി ഞാൻ എന്നാതിനും ഓർച്ച ഞാൻ തന്നെ കേടായിരുന്നു. എനിക്ക് റോഡ് ഞാൻ പോയേക്കുന്നത് ഏടാ അപ്പൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്. ഇത്ര കഷ്ടപ്പെട്ട് പിടിച്ചേക്കൂടെ. ഓ വണ്ടിയുടെ മറ്റേ ആ വിസിലിംഗ് സൗണ്ട് ഇല്ലേ, മറ്റേ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് ബസ്സൊക്കെ അരയ്ക്കുമ്പോൾ നിൽക്കുന്നത് എന്താ വിസിലിംഗ് സൗണ്ട് കേട്ടോ. ഒന്ന് പുറത്തുനിന്ന് കേൾക്കത്തുള്ളൂ. എടാ ഉണ്ടോ നമുക്ക് നോക്കാം. ചുറ്റി ഇവിടെത്തി ഓ ഉണക്ക ചെയ്യണം. കണക്സി ആ പേരൊക്കെ പറ്റി നമ്മളങ്ങനെ അവിടെ ചെന്ന് ചെറുതായിട്ടൊന്ന് കട്ടായിപ്പോയി. അത്രേ ഉള്ളൂ. ഓ മറ്റേ സ്റ്റെപ്പൊക്കെ ഉണ്ടായി. ഒറിജിനൽ വണ്ടിയുടെ അകത്തുനിന്ന് തള്ളി കളിഞ്ഞാൽ ഡോറൊക്കെ ഇങ്ങനൊക്കെ എന്നാത്തിന്റെ കേടാ. ഇമാരെ കൊണ്ടൊക്കെ എൻ്റെ ശല്യം. ട്രാഫിക് ബസ്സിനേറ്റർ ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ട്രാഫിക് ഒന്ന് നിർത്തി തന്നാൽ മതി. ആ മറ്റേ ട്രാഫിക് നോക്കട്ടെ. റോഡ് വിയർ, ഷാഡോസ്, FPS, റോഡ് റിഫ്ലക്ഷൻ ഇത്രയൊക്കെ ഉള്ളൂ. ട്രാഫിക് അത് ലോ ആയാലോ. എന്നിട്ട് ഞാൻ ട്രാഫിക് സേവ് ചെയ്ത് ഇത് കൂട്ട് പരട്ട ട്രാഫിക്സ് കൊണ്ടോന്നൊക്കെ അല്ലേ. ഇത്ര നല്ല ഗെയിമായിട്ടും നിങ്ങൾ ഇത്രയ്ക്ക് പാട്ട സംഭവങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിലേ എടാ ഇവർക്കൊക്കെ എന്താടെ എവിടെയെങ്കിലും കയറാൻ നിൽക്കുമ്പോൾ എൻ്റെ അറ്റാക്കോടെ വന്നോളൂ. ഇറങ്ങിപ്പോയി തള്ളാവോ നോക്കട്ടെ. ആ പാട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നിന്നോളൂ. വെറുതെ അല്ല നമ്മുടെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല.
നമുക്ക് അങ്ങോട്ട് പോകത്തില്ല, ബസ്സിനെ മാത്രമേ പോകൂ. ഓക്കെ, നമുക്ക് ബസ്സൊക്കെ പോകുന്നു. ഇല്ല ഗൈസ്, നമുക്ക് പോകത്തില്ല. തൊട്ടില്ല. ആട്ട കുറച്ചാകുമ്പോൾ വേട്ടാവളിയന്മാർക്ക് സമാധാനമായിരിക്കും. നമുക്കെന്തായാലും ഇനി നല്ല സ്പീഡിൽ പോകാം ഗൈസ്, അല്ലെങ്കിൽ ഇന്നൊന്നും അവിടെ എത്തിയില്ല. നോക്കിയുണ്ട് സൈഡ് പോലും തരയില്ലാത്ത ട്രാഫിക്സാണ്. ബസ്സിനേറ്റർ നിങ്ങളുടെ ഇന്തോനേഷ്യയാണ് ഇതുപോലത്തെ ട്രാഫിക്സ് വല്ലതാണ്. ഇത്ര നല്ല സൂപ്പർ ഗെയിമായിട്ടും ഇവർ ഇത്രയ്ക്ക് പെർഫെക്റ്റാക്കാനും കാണിക്കലും മതിയോ പ്ലീസ്? അത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം. പിന്നെ ഈ ബസ്സിൻ്റെ ഹാർട്ട് അത് ദയവ് ചെയ്ത് ഇനി അടുത്ത അപ്ഡേറ്റ് കൊണ്ടുവരല്ലേ. പിന്നെ നിങ്ങളുടെ ഗെയിം തന്നെ സൂപ്പർ ഗെയിമാണ് അല്ലേ, സെറ്റ് ഗെയിം. ഞാൻ ഈ ഗെയിമിനെ കുറ്റം പറയുന്നതല്ല ഞാൻ പറഞ്ഞു, എന്നാലും നല്ല ഗെയിമാണ്. പക്ഷെ ട്രാഫിക് ഇച്ചിരി മോശമാണ്. കണ്ടോ, ചിലവരൊക്കെ കാണാൻ വിട്ടടിച്ച് പോകുന്നു. നിങ്ങളുടെ മൂഡൊക്കെ നല്ല സെറ്റാട്ടോ, ഞാൻ പറഞ്ഞു. ഈ ക്യാരി മോഡിനകത്ത് തന്നെ പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. നമ്മുടെ വണ്ടിയിൽ 80 പേര് കയറും, മറ്റേ മാട്ട വണ്ടിയിൽ ഇച്ചിരി ആൾക്കാരും കൊണ്ട് കയറും. ഈ വണ്ടി ഇരിക്കുമ്പോൾ റോഡൊക്കെ നമുക്ക് എന്തായാലും അടുത്ത മാപ്പ് തന്നെ കിട്ടും. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നിലവിൽ നമുക്കില്ലേ ആ സൈഡിൽ ഒന്ന് എടുക്കാം. നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത പാർട്ട് നമുക്ക് എന്തായാലും ചെയ്യാം. ഞാൻ എന്തായാലും ഫുള്ള് കളിക്കുന്നില്ല, നമുക്ക് വേണ്ടി അത് മാറ്റി വരും. ആ സൈഡിലോട്ട് ഇടാലോ, ബ്ലോക്ക് ആവണ്ട. എന്തായാലും സൈഡിലോട്ട് നൈസായിട്ട് കയറ്റും. അതൊക്കെ തിരിച്ചു സൈഡ് കയറ്റി ഇല്ലേ വേണ്ട. ഞാൻ വീഡിയോ നിർത്തിയാണ്, സോറി. എന്നപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാൻ ചെയ്യാം. എന്നപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ടാറ്റ.
എന്നിട്ടിപ്പം ടാറ്റ ടാറ്റ.